ക്ലാസ്സിലെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 3 നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് ഈസ് 4th വൺ, ദാറ്റ് ഈസ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂംസ്. ഗ്യാസസിൻ്റെ കേസിലാണ് ഈ ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഗ്യാസസ് തമ്മിൽ റിയാക്ട് ചെയ്ത് ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഫോം ചെയ്യുമ്പോൾ ആ റിയാക്റ്റൻസിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും, കീപ്പിംഗ് ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കോൺസ്റ്റൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ, വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്ട്സ് എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി വോളിയംസ് ഓഫ് ദ റിയാക്റ്റൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ, വാട്ടർ വേപ്പറാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 100 ml ഓഫ് ഹൈഡ്രജൻ 50 ml ഓഫ് ഓക്സിജൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക ടു പ്രൊഡ്യൂസ് വാട്ടർ. അപ്പോൾ ഇതിൽ റിയാക്റ്റൻസ് വരുന്നത് ഹൈഡ്രജനും ഓക്സിജനാണ്. അപ്പോൾ ഇതിൽ റിയാക്റ്റൻസിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ 100:50, ദാറ്റ് ഈസ് 2:1, വിച്ച് ഈസ് എ സിമ്പിൾ റേഷ്യോ. ഇതിനെയാണ് ഗേ-ലുസാക്സ് ലോ എന്ന് പറയുക. നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ സെക്കൻഡ് ലോ പഠിച്ചത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അപ്പോൾ അതുപോലെയുള്ള ഒരു ലോ തന്നെയാണിത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനിലെ പ്രപ്പോർഷൻ ഓഫ് മാസ് ആയിരുന്നു. ഇൻ ഗേ-ലുസാക്സ് ലോ ഇറ്റ് ഈസ് പ്രപ്പോർഷൻ ഓഫ് വോള്യൂംസ്. നെക്സ്റ്റ് ഈസ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ അനുസരിച്ച് ഈക്വൽ വോള്യം ഉള്ള ഗ്യാസസ് അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ആയിരിക്കും ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ദ സെയിം. അതായത് ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള ഗ്യാസസിൻ്റെ ഈക്വൽ വോള്യം എടുക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈക്വൽ വോള്യൂം ഓഫ് ഗ്യാസസ് 1 വോള്യൂം ഓഫ് ഹൈഡ്രജൻ, ഇതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെയാണ് 1 വോള്യൂം ഓഫ് ഓക്സിജനും. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള ഗ്യാസസ് ഏത് ഗ്യാസ് ആണെങ്കിലും അതിൻ്റെ ഈക്വൽ വോള്യൂംസ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. ഇതിനെയാണ് അവഗാഡ്രോസ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. ഇതിൽ ആറ്റം എന്നുള്ള വേർഡിൻ്റെ ഒറിജിൻ പറയുന്നത് എറ്റോമിയോ എന്നുള്ള വേർഡാണ്. അതിൻ്റെ മീനിങ് ഇൻഡിവിസിബിൾ. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഈ ഒരു ടേമിൽ നിന്നാണ് ആറ്റം എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഡാൾട്ടൺ ആണിത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലെ 4 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അതായത് മാറ്റർ ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ്. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി ഡിവൈഡഡ്, അതാണ് ഇൻഡിവിസിബിൾ എന്നുള്ളതിൻ്റെ മീനിങ്. പക്ഷേ ആക്ച്വലി ആറ്റംസ് ആർ ഡിവിസിബിൾ. അത് പിന്നീടാണ് കണ്ടുപിടിച്ചത്. ആറ്റംസ് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ആറ്റത്തിൻ്റെ കമ്പോണൻസ് വരുന്നത് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ ആറ്റം ഇൻഡിവിസിബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഓൾ ദ ആറ്റംസ് ഓഫ് എ ഗിവൻ എലമെൻറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസ് അതിനെല്ലാം ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അതായത് അതിൻ്റെ മാസ് ഐഡൻറ്റിക്കൽ ആയിരിക്കും, അതുപോലെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും ഫോർ ദ ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്. ഇനി ഡിഫറെൻ്റ് എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ആറ്റംസ്, അതിൻ്റെ മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എന്നുള്ള എലമെൻറ്റ്, അപ്പോൾ അതിൻ്റെ ആറ്റംസ് ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കും. ഓക്സിജൻ ആറ്റംസ് എല്ലാം ഒരേ പ്രോപ്പർട്ടി കാണിക്കും. പക്ഷേ ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല ഓക്സിജൻ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി. ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മാസ്സാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആയിരിക്കില്ല ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്. ഇനി അതുപോലെ ആ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് ആയിരിക്കില്ല നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ്. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും. തേർഡ് പോയിൻ്റ് ഈസ്
കമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് കമ്പൗണ്ട്സ് ഫോം ചെയ്യുക, ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുക ഇൻ എ ഫിക്സഡ് റേഷ്യോ, അപ്പോഴാണ് കമ്പൗണ്ട്സ് ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ ഫോർമേഷൻ ഹൈഡ്രജനും ഓക്സിജനും അത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റും 1 ഓക്സിജൻ ആറ്റും കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ എന്നുള്ള കമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ആ റേഷ്യോ ഫിക്സഡ് ആണ്. അതായത് 2 ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഓക്സിജൻ അങ്ങനെ ആയിരിക്കുമ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വാട്ടർ ഫോം ചെയ്യുക. ഇപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം ഇഫ് ഇറ്റ് കമ്പൈൻസ് വിത്ത് 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ എന്തായിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യുക? അത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. അപ്പോൾ ഇവിടെ ഈ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന ഒരു റേഷ്യോ, കമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടി കമ്പൈൻ ചെയ്യുന്ന ഒരു റേഷ്യോ, ഇറ്റ് വിൽ ബി എ ഫിക്സഡ് റേഷ്യോ. ഫോർത്ത് പോയിന്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിലുള്ള ആറ്റംസ് അതായത് റീഓർഗനൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതല്ലാതെ അവിടെ ന്യൂ ആറ്റംസ് ഫോം ചെയ്യണില്ല, അതുപോലെ ഓൾറെഡി ഉള്ള ആറ്റംസ് ഡിസ്ട്രോയ് ചെയ്യണമില്ല. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പുതുതായി ആറ്റംസ് ക്രിയേറ്റ് ചെയ്യണമില്ല, അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള ആറ്റംസ് ഡിസ്ട്രോയ് ചെയ്യണമില്ല. അപ്പോൾ ഈ 4 പോയിൻറ്റ്സാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ വരുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആറ്റം എന്നുള്ള വേർഡിൻ്റെ ഒറിജിൻ, അതായത് അറ്റോമിയോ എന്നുള്ള വേർഡിൽ നിന്നാണ് ആറ്റം എന്ന വാക്കിൻ്റെ ഒറിജിൻ വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. നെക്സ്റ്റ് ഈസ് നമുക്ക് കുറച്ച് ടേംസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് അറ്റോമിക് മാസ്. നമുക്കറിയാം മാസ് ഓഫ് എൻ ആറ്റം ഈസ് ആക്ച്വലി വെരി വെരി സ്മോൾ. കാരണം ആറ്റംസ് ആർ എക്സ്ട്രീംലി സ്മോൾ. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻസൊക്കെയും ആറ്റത്തിൻ്റെ മാസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസൊക്കെ വരുമ്പോൾ അത് കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിരിക്കും. കാരണം അതൊരു വളരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഇൻകൺവീനിയൻ്റ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ആറ്റോമിക് മാസ് പറയുക ആക്ച്വൽ മാസ് അല്ല, റിലേറ്റീവ് മാസ്സാണ്. റിലേറ്റീവ് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആറ്റം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു ആറ്റത്തിൻ്റെ മാസ് പറയുന്നു. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള മാസ് അല്ല, അത് റിലേറ്റ് ചെയ്യുന്ന മാസ് ആയതുകൊണ്ട് അതിന് റിലേറ്റീവ് മാസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുക കാർബൺ 12 ആണ്. കാർബൺ 12 ഐസോട്ടോപ്പ്, അതായത് ബാക്കി ആറ്റത്തിൻ്റെ മാസ് എക്സ്പ്രസ് ചെയ്യുക കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ ആറ്റമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് പറയുമ്പോൾ ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് അതിൻ്റെ 1/12 അതിനേക്കാളും എത്ര കണ്ട് ഹെവിയറാണ്, അപ്പോൾ ആ നമ്പറിനെയാണ് അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയാം. അതായത് ഒരു അറ്റോമിക് മാസ് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ it will be a number which expresses how many times the mass of one atom of the element is heavier than 1/12 the mass of carbon 12 atom. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ 12 ആണ്. ഇപ്പോൾ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12, അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുക 1/12 പോർഷനെയാണ് AMU, അതായത് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ നോർമലി atomic mass express here in AMU. AMU stands for atomic mass unit. So 1 AMU will be equal to 1.66056 into 10 raised to minus 24 gram. 10 raised to minus 24 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക വിത്ത് 10 raised to 24. അതായത് 1 എഴുതി 24 zeros ഇടുക. അപ്പോൾ അത്രയും ഹ്യൂജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നമ്പറിൻ്റെ വാല്യൂ വളരെ സ്മോൾ ആണ്. അപ്പോൾ അതാണ് 1 AMU. അപ്പോൾ 1 AMUവിൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1 AMU ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി മാസ് that is exactly equal to 1/12 the mass of 1 carbon 12 atom. ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആ എമൗണ്ടിനെയാണ് 1 AMU എന്ന് പറയുക. അപ്പോൾ ബാക്കി എലമെൻസിൻ്റെ ആറ്റോമിക് മാസ് നമ്മൾ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ ആക്ച്വൽ മാസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, റിലേറ്റീവ് മാസ്സാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് AMUവിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1.0080 AMU and for oxygen it is 15.995 AMU. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് ഹൈഡ്രജൻ്റെ മാസ് 1 AMU എന്നാണ് എടുക്കുക. ഓക്സിജൻ ആണെങ്കിൽ ഇത് റൗണ്ട് ചെയ്ത് 16 AMU. അപ്പോൾ ഓർത്ത് വയ്ക്കുക അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് ഈസ് 1
AMU. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസിൽ നമ്മളിവിടെ AMUവിന് പകരം U എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് AMU ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ U വിച്ച് ഈസ് നോൺ ആസ് യൂണിഫൈഡ് മാസ്. നമ്മൾ മാസ് പറയുമ്പോൾ 1.0080 AMUവിന് പകരം 1.0080 U എന്ന് കൊടുക്കും. U സ്റ്റാൻഡ്സ് ഫോർ യൂണിഫൈഡ് മാസ്. നെക്സ്റ്റ് ഈസ് ആവറേജ് അറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ യൂസ് ചെയ്യുക in case of elements having isotopes. For example, കാർബണിന് 3 ഐസോട്ടോപ്സ് ആണുള്ളത്. അതായത് കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, അതുപോലെ കാർബൺ 14 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് ആണ്, അതായത് പെർസെൻറ്റേജ് ഓഫ് ഒക്കറൻസ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാർബൺ 12 ആണെങ്കിൽ 98.892 അത്രയും പെർസെൻറ്റേജ് ആണ് വരുന്നത്. ഇനി കാർബൺ 13 ആണെങ്കിൽ 1.108 ആൻഡ് കാർബൺ 14 അത് വളരെ റയറാണ്, ദറ്റ് ഈസ് ഓൺലി 2 × 10⁻10%. അപ്പോൾ ഈ റിലേറ്റീവ് അബണ്ടൻസിനെ കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ മാസ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയാം. അപ്പോൾ കാർബണിൻ്റെ കേസിൽ ഇതിൻ്റെയൊക്കെ ആവറേജ് എടുക്കുക, അവിടെ നമ്മൾ റിലേറ്റീവ് അബണ്ടൻസും കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ കാർബണിൻ്റെ കേസിൽ അതിൻ്റെ അറ്റോമിക് മാസ് വരുന്നത് 12.011 U അതായിരിക്കും ഇതിൻ്റെ അറ്റോമിക് മാസ്. നെക്സ്റ്റ് ഈസ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ്